പബ്ലിക് ഹെൽത്ത് ഡെന്റിസ്ട്രി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ യൂണിവേഴ്സിറ്റി പരീക്ഷയൊക്കെ അടുത്തു വരികയാണല്ലേ? നിങ്ങളുടെ ഭാഗത്തു നിന്നൊരാവശ്യം വന്നിരുന്നു. ഈ തേർഡ് പാർട്ടി പ്രീപേയ്മെന്റ് പ്ലാനുകൾ എന്നൊരു വിഷയം, അത് കുറച്ചൊന്ന് വിശദമായി സംസാരിക്കാമോ എന്ന്. അതെ, അത് സ്ഥിരം വരുന്നൊരു സംശയമാണ്. കുറച്ച് കൺഫ്യൂസിംഗ് ആയി തോന്നാം. പേര് കേൾക്കുമ്പോൾ കുറച്ച് സങ്കീർണമായി തോന്നുമെങ്കിലും ശരിക്കും പറഞ്ഞാൽ വളരെ ലളിതമായൊരാശയമാണിത്. അതാണ്. അപ്പം നമുക്കിന്ന് അതൊന്ന് ശരിക്കും പൊളിച്ചെടുക്കാം. പരീക്ഷയ്ക്കൊരു 4 A4 ഷീറ്റിലൊക്കെ എഴുതാൻ പറ്റുന്ന രീതിയിലല്ലേ? തീർച്ചയായും. നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം. ശരി. അപ്പോൾ ആദ്യത്തെ ചോദ്യം, എന്താണ് ഈ തേർഡ് പാർട്ടി പ്രീപേയ്മെന്റ് പ്ലാൻ? അപ്പോ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഭാവിയിൽ വരാൻ സാധ്യതയുള്ള ഒരു വലിയ ദന്തചികിത്സയുടെ ചെലവ് അത് താങ്ങാൻ പറ്റുന്ന ഒന്നാക്കി മാറ്റാൻ വേണ്ടി ചെറിയ തുകകൾ മുൻകൂട്ടി അടയ്ക്കുന്ന ഒരു രീതി. അത്രയുള്ളൂ. അതിന്റെ ഒരു ഔദ്യോഗിക നിർവചനം ഇങ്ങനെയാണ്: ചികിത്സയുടെ ഗുണഭോക്താവ് നേരിട്ടല്ലാതെ മറ്റേതെങ്കിലും ഒരു ഏജൻസി വഴി സേവനങ്ങൾക്ക് പണം നൽകുന്ന രീതി. ഓക്കെ. അപ്പോൾ ആ പേരിൽ തന്നെയുണ്ടല്ലേ തേർഡ് പാർട്ടി, പിന്നെ പ്രീപേയ്മെന്റ്. നമുക്കതൊന്ന് വിശദീകരിക്കാമോ? എന്തുകൊണ്ടാണ് ഇതിനെ തേർഡ് പാർട്ടി എന്ന് വിളിക്കുന്നത്? ശരി. സാധാരണയായി ഒരു ഡെന്റൽ ക്ലിനിക്കിൽ ആരൊക്കെയുണ്ട്? ഒന്നാമത്തെ കക്ഷി രോഗി, അതായത് പേഷ്യന്റ്. അതെ. രണ്ടാമത്തെ കക്ഷി ഡെന്റിസ്റ്റ്. ശരി. എന്നാൽ ഇവിടെ രോഗിക്കു വേണ്ടി പണമടയ്ക്കാൻ മൂന്നാമതൊരാൾ വരുന്നു, ഒരു ഇൻഷുറൻസ് കമ്പനി. അപ്പോൾ അവരാണ് ഈ ഇടപാടിലെ മൂന്നാമത്തെ കക്ഷി, അതായത് തേർഡ് പാർട്ടി. ഈ മൂന്നാം കക്ഷിയെ നമ്മൾ കാരിയർ, ഇൻഷുറർ അല്ലെങ്കിൽ അണ്ടർ റൈറ്റർ എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ. അത് വ്യക്തമായി. അപ്പോ പ്രീപേയ്മെന്റ് എന്ന വാക്കോ? കാരണം രോഗി ചികിത്സ ആവശ്യമായി വരുന്നതിനു മുൻപേ തന്നെ പണം അടയ്ക്കുന്നു. ഒരു സബ്സ്ക്രിപ്ഷൻ പോലെ എല്ലാ മാസവും അല്ലെങ്കിൽ വർഷവും ഒരു നിശ്ചിത തുക. അതിനെയാണ് നമ്മൾ പ്രീമിയം എന്ന് പറയുന്നത്. അത് അടച്ചുകൊണ്ടേയിരിക്കും. അതിന് പകരമായിട്ട് ഇൻഷുറൻസ് കമ്പനി ഒരു ഉറപ്പു തരുന്നു. അതെ, ഭാവിയിൽ ദന്തചികിത്സ ആവശ്യമായി വന്നാൽ ആ ചിലവ് ഞങ്ങൾ വഹിച്ചോളാം എന്നൊരു ഉറപ്പ്. മനസ്സിലായി. പിന്നീട് വരാൻ പോകുന്ന വലിയൊരു ചിലവിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ മുൻകൂട്ടി ഒരു ചെറിയ തുക കൊടുത്ത് സുരക്ഷ ഉറപ്പാക്കുന്നത് പോലെ. എക്സാക്ട്ലി. പക്ഷെ ഇവിടെ ഒരു രസകരമായ കാര്യമുണ്ട്. എന്താണത്? മുൻപൊക്കെ ഈ ഇൻഷുറൻസ് കമ്പനികൾ ദന്തചികിത്സയെ ഇൻഷുർ ചെയ്യാൻ പറ്റാത്തൊരു റിസ്ക് ആയിട്ടാണ് കണ്ടിരുന്നത്. അതെന്താ അങ്ങനെ? പല്ലുവേദനയൊക്കെ സാധാരണയല്ലേ? അതാണ് പ്രശ്നം. ഇൻഷുറൻസിന്റെ ചില അടിസ്ഥാന തത്വങ്ങളുണ്ട്. ഒരു റിസ്ക് ഇൻഷുർ ചെയ്യണമെങ്കിൽ അത് വളരെ അപൂർവമായി സംഭവിക്കുന്ന ഒന്നായിരിക്കണം. ഓക്കേ. പക്ഷെ ദന്തപ്രശ്നങ്ങൾ അങ്ങനെയല്ലല്ലോ. അല്ല, പലതും നമുക്ക് ഒരു പരിധിവരെ തടയാം. മാത്രമല്ല, ദന്തചികിത്സ എന്നത് ഒരു ദുരന്തമല്ല, ആളുകൾക്ക് ആവശ്യമുള്ള ഒരു സേവനമാണ്. അതുകൊണ്ടുതന്നെ എല്ലാവരും അതുപയോഗിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ കമ്പനികൾക്ക് നഷ്ടം വരും. തീർച്ചയായും. അപ്പോൾ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ അവർ ചില പുതിയ വഴികൾ കണ്ടെത്തി. അതെന്തൊക്കെയായിരുന്നു? അതിലൊന്നാണ് ചികിത്സാ ചെലവിന്റെ ഒരു ഭാഗം രോഗിയെക്കൊണ്ട് തന്നെ അടപ്പിക്കുക. അതിനെയാണ് നമ്മൾ കോസ്റ്റ് ഷെയറിംഗ് എന്ന് പറയുന്നത്. മുഴുവൻ പണവും കമ്പനി തരില്ല? ഇല്ല. പിന്നെ കിട്ടുന്ന സേവനങ്ങളുടെ എണ്ണത്തിന് ഒരു പരിധി വെച്ചു. ഓക്കെ. അതോടൊപ്പം വ്യക്തികൾക്ക് ഇൻഷുറൻസ് കൊടുക്കുന്നതിനു പകരം വലിയ ഗ്രൂപ്പുകൾക്ക്, അതായത് ഒരു കമ്പനിയിലെ മുഴുവൻ ജീവനക്കാർക്കും ഇൻഷുറൻസ് നൽകാൻ തുടങ്ങി. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇൻഷുറൻസിൽ ചേർന്ന ഉടനെ തന്നെ വലിയ ചികിത്സകൾ ചെയ്യുന്നത് തടയാൻ അവരൊരു വെയിറ്റിംഗ് പീരീഡ് വെച്ചു. അതെ, ഒരു 6 മാസമോ 1 വർഷമോ കഴിഞ്ഞു മാത്രം ചില വലിയ ചികിത്സകൾക്ക് പണം കിട്ടും. അതുകൂടാതെ ചികിത്സ തുടങ്ങുന്നതിന് മുൻപ് കമ്പനിയുടെ അനുമതി വാങ്ങണമെന്നും കേട്ടിട്ടുണ്ട്. ഉണ്ട്. അതിനാണ് പ്രീ ഓതറൈസേഷൻ എന്ന് പറയുന്നത്. ഇതൊക്കെ അവരുടെ റിസ്ക് കുറയ്ക്കാനുള്ള വഴികളാണ്. ശരി. അപ്പോൾ നമുക്ക് ഈ പ്ലാനുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാം. ഒരു രോഗി ഇതിൽ ചേർന്നാൽ എന്തൊക്കെയാണ് ഘട്ടങ്ങൾ? ഇതിൽ പ്രധാനമായും ഒരു 5 ഘട്ടങ്ങളുണ്ട്. ഒന്നാമത്തേത് എൻറോൾമെന്റ്, അതായത് പ്ലാനിൽ ചേരുന്നത്. ഒരു നിശ്ചിത തുകയടച്ച് മെമ്പർഷിപ്പ് എടുക്കുന്നു. അതെ. രണ്ടാമത്തേത് പ്രീമിയം പേയ്മെന്റ്സ്, എല്ലാ മാസവും അല്ലെങ്കിൽ വർഷവും കൃത്യമായി പ്രീമിയം അടയ്ക്കുക. മൂന്നാമത്തെ ഘട്ടം കവേർഡ് ഡെന്റൽ ബെനഫിറ്റ്സ്, അതായത് ഏതൊക്കെ ചികിത്സകൾക്കാണ് പണം കിട്ടുക എന്ന് പ്ലാനിൽ വ്യക്തമായി പറഞ്ഞിരിക്കും. ഉദാഹരണത്തിന് പ്രിവെന്റീവ് കെയർ, അതായത് ക്ലീനിംഗ് പോലുള്ളവ. പിന്നെ ബേസിക് കെയർ, ഫില്ലിംഗ് പോലുള്ളവ. പിന്നെ മേജർ കെയർ, റൂട്ട് കനാൽ, ക്രൗൺ പോലുള്ളവ. ഓക്കെ. ഇനി 4ാമത്തെ പോയിന്റ്, അതാണ് ഏറ്റവും പ്രധാനം അല്ലേ? കോസ്റ്റ് ഷെയറിംഗ്. അതെ,
ഇവിടെയാണ് പലർക്കും കൺഫ്യൂഷൻ വരുന്നത്. ഇതില് 3 കാര്യങ്ങളുണ്ട്: ഡിഡക്റ്റബിൾസ്, കോ പേയ്മെന്റ്, പിന്നെ കോ ഇൻഷുറൻസ്. എന്താണ് ഡിഡക്റ്റബിൾ? ഇൻഷുറൻസ് കമ്പനി പണം തന്നു തുടങ്ങുന്നതിന് മുൻപ് രോഗി സ്വന്തം കയ്യിൽ നിന്ന് അടയ്ക്കേണ്ട ഒരു നിശ്ചിത തുക, ഒരു വർഷത്തിൽ 1000 രൂപ നിങ്ങൾ അടയ്ക്കണം എന്ന് വെക്കൂ. അതാണ് ഡിഡക്റ്റബിൾ. ഇതിനെ ഫ്രണ്ട് എൻഡ് പേയ്മെന്റ് എന്നും പറയാറുണ്ടല്ലേ? അതെ. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് കോ പേയ്മെന്റ് ആണ്. അതെന്താണ്? ഓരോ തവണ ഡെന്റിസ്റ്റിനെ കാണുമ്പോഴും രോഗി അടയ്ക്കേണ്ട ഒരു ചെറിയ ഫിക്സഡ് ഫീസ്, ഒരു 100 രൂപയോ 200 രൂപയോ. മനസ്സിലായി. ഇനി കോ ഇൻഷുറൻസ്. അത് ചികിത്സാ ചിലവിന്റെ 1% രോഗി അടയ്ക്കുന്ന രീതിയാണ്. ഉദാഹരണത്തിന് ഇൻഷുറൻസ് കമ്പനി 80% അടയ്ക്കും. അപ്പോൾ ബാക്കി 20% രോഗി അടയ്ക്കണം. അതെ, അതാണ് കോ ഇൻഷുറൻസ്. ഓക്കെ. ഇനി അവസാനത്തെ ഘട്ടം, റീഇംബേഴ്സ്മെന്റ്. റീഇംബേഴ്സ്മെന്റ്, അതായത് പണം തിരികെ നൽകുന്നത്. ചിലപ്പോൾ ഇൻഷുറൻസ് കമ്പനി നേരിട്ട് ഡെന്റിസ്റ്റിന് പണം കൊടുക്കും. അല്ലെങ്കിൽ രോഗി ആദ്യം പണം അടച്ചതിന് ശേഷം ബിൽ കൊടുത്താൽ ഇൻഷുറൻസ് കമ്പനി ആ തുക രോഗിക്ക് തിരികെ നൽകും. ശരി. അപ്പോൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ഈ പലതരം പ്ലാനുകളെക്കുറിച്ച് വിശദീകരിക്കേണ്ടി വരും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതെ, നമുക്ക് ഓരോന്നായി നോക്കാം. ആദ്യം ഇൻഡെംനിറ്റി പ്ലാനുകൾ. ഇൻഡെംനിറ്റി പ്ലാനുകൾ, ഇതിന് പരമ്പരാഗത ഇൻഷുറൻസ് എന്നും പറയാം. ഇതൊരു ജനറൽ ട്രാവൽ ടിക്കറ്റ് പോലെയാണ്. അതെങ്കിലും നിങ്ങൾക്കിഷ്ടമുള്ള ഏത് ഡെന്റിസ്റ്റിനെയും കാണാം, ഒരു നിയന്ത്രണവുമില്ല. ചികിത്സയ്ക്ക് ശേഷം ബിൽ കൊടുത്താൽ കമ്പനി ഒരു നിശ്ചിത ശതമാനം പണം തരും. പക്ഷേ ഈ സ്വാതന്ത്ര്യത്തിന് വില കൂടുതലാണ്. പ്രീമിയം കൂടുതലായിരിക്കും. അതെ. ഓക്കെ. അടുത്തത് ഏറ്റവും സാധാരണയായി കേൾക്കുന്ന PPO. PPO, അതായത് പ്രിഫേർഡ് പ്രൊവൈഡർ ഓർഗനൈസേഷൻ. പ്രിഫേർഡ് പ്രൊവൈഡർ ഓർഗനൈസേഷൻ. ഇതൊരു സൂപ്പർമാർക്കറ്റ് മെമ്പർഷിപ്പ് കാർഡ് പോലെയാണ്. ഓ. ഇൻഷുറൻസ് കമ്പനിക്ക് ഒരു കൂട്ടം ഡെന്റിസ്റ്റുകളുടെ ഒരു ശൃംഖല, ഒരു നെറ്റ്വർക്ക് ഉണ്ടാകും. നിങ്ങൾ ഈ നെറ്റ്വർക്കിലുള്ള ഡെന്റിസ്റ്റിനെയാണ് കാണുന്നതെങ്കിൽ ചിലവ് കുറവായിരിക്കും. നെറ്റ്വർക്കിന് പുറത്തുപോയാലോ? പോകാം. പക്ഷേ കൂടുതൽ പണം സ്വന്തം കയ്യിൽ നിന്ന് കൊടുക്കേണ്ടി വരും. ആ പാർട്ട്നർ സ്റ്റോറിൽ നിന്ന് വാങ്ങിയാൽ ഡിസ്കൗണ്ട് കിട്ടും, മറ്റുള്ള കടകളിൽ നിന്ന് വാങ്ങിയാൽ മുഴുവൻ വിലയും കൊടുക്കണം. അതുപോലെ. വളരെ നല്ല ഉദാഹരണം. അപ്പോ HMO ഇതിലും കർശനമായിരിക്കുമല്ലോ. അതെ. HMO അല്ലെങ്കിൽ DHMO, അതായത് ഡെന്റൽ ഹെൽത്ത് മെയിന്റനൻസ് ഓർഗനൈസേഷൻ. ഇത് മുൻകൂട്ടി പണമടച്ച ഒരു ക്യാന്റീൻ പോലെയാണ്. അതെങ്ങനെ? നിങ്ങൾക്ക് ആ ക്യാന്റീനിൽ നിന്ന് മാത്രമേ ഭക്ഷണം കഴിക്കാൻ പറ്റൂ. അതായത് നെറ്റ്വർക്കിലുള്ള ഒരു പ്രൈമറി കെയർ ഡെന്റിസ്റ്റിനെ മാത്രമേ കാണാൻ പറ്റൂ. പുറത്തുപോയാൽ 1 രൂപ പോലും കിട്ടില്ല. പക്ഷെ ഇതിന്റെ ഗുണം പ്രീമിയം വളരെ കുറവായിരിക്കുമല്ലേ? അതെ, പ്രീമിയം വളരെ കുറവായിരിക്കും. ഇത് കൂടാതെ ഡിസ്കൗണ്ട് പ്ലാനുകൾ എന്നൊന്നുണ്ടല്ലോ. ഉണ്ട്, ഡെന്റൽ സേവിങ്സ് പ്ലാനുകൾ. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻഷുറൻസ് അല്ല. പിന്നെന്താണ്? ഒരു ക്ലബ് മെമ്പർഷിപ്പ് പോലെയാണ്. നിങ്ങളൊരു വാർഷിക ഫീസ് അടയ്ക്കുന്നു. അതിലൂടെ ഈ പ്ലാനിൽ പങ്കാളികളായ ഡെന്റിസ്റ്റുകളിൽ നിന്ന് ഫീസിൽ ഒരു നിശ്ചിത ശതമാനം ഇളവ് ലഭിക്കുന്നു. അത്രയുള്ളൂ. ശരി. ഇനി ഈ പ്ലാനുകൾ നടത്തുന്ന സ്ഥാപനങ്ങളെ അടിസ്ഥാനമാക്കിയും ചില തരംതിരിവുകളുണ്ട്. അതും പരീക്ഷയ്ക്ക് പ്രധാനമാണ്. അതെ, അതിൽ പ്രധാനം കൊമേഴ്ഷ്യൽ ഇൻഷുറൻസ് കമ്പനികളാണ്. കൊമേഴ്ഷ്യൽ ഇൻഷുറൻസ് കമ്പനികൾ. അതെ, അവർ ലാഭത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. അതെ, അതുകൊണ്ട് പ്രീമിയം കൂടുതലായിരിക്കും. പിന്നെ നോൺ പ്രോഫിറ്റ് സ്ഥാപനങ്ങളുണ്ട്. ഉണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഡെൽറ്റ ഡെന്റൽ പ്ലാനുകൾ. ഡെൽറ്റ ഡെന്റൽ പ്ലാനുകൾ. ഇത് ഓരോ സംസ്ഥാനത്തെയും ഡെന്റൽ സൊസൈറ്റികൾ സ്പോൺസർ ചെയ്യുന്ന ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ്. ഇവരുടെ ബോർഡിൽ ഭൂരിഭാഗവും ഡെന്റിസ്റ്റുകൾ തന്നെയായിരിക്കും. ബ്ലൂ ക്രോസ് ബ്ലൂ ഷീൽഡ് അസോസിയേഷനും ഇതിൽ വരുമല്ലോ. വരും. അതൊരുപാട് ഇൻഷുറൻസ് സ്ഥാപനങ്ങളുടെ ഒരു ഫെഡറേഷനാണ്. പിന്നെ പ്രീപെയ്ഡ് ഗ്രൂപ്പ് പ്രാക്ടീസ്, HMO പോലുള്ള സംവിധാനങ്ങളുമുണ്ട്. ഓക്കെ. നമ്മൾ ഇതുവരെ രോഗിയുടെ ഭാഗത്ത് നിന്നാണ് കാര്യങ്ങൾ കണ്ടത്. ഇനി ഡെന്റിസ്റ്റിന്റെ ഭാഗത്തേക്ക് വരാം. അവർക്കെങ്ങനെയാണ് പണം കിട്ടുന്നത്? നല്ല ചോദ്യം. പ്രധാനമായും 2 രീതികളുണ്ട്. അതിലേറ്റവും പ്രചാരമുള്ള രീതിയാണ് UCR ഫീസ്. യൂഷ്വൽ കസ്റ്റമറി ആൻഡ് റീസണബിൾ ഫീസ്. അതെ, യൂഷ്വൽ, കസ്റ്റമറി ആൻഡ് റീസണബിൾ ഫീസ്. ഈ 3 വാക്കുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? യൂഷ്വൽ ഫീ എന്ന് പറഞ്ഞാൽ ഒരു ഡെന്റിസ്റ്റ് ഒരു ചികിത്സയ്ക്ക് സാധാരണയായി ഈടാക്കുന്ന ഫീസ്. ഓക്കെ. കസ്റ്റമറി ഫീ എന്ന് പറഞ്ഞാൽ അതേ പ്രദേശത്തുള്ള അതേ യോഗ്യതയുള്ള മറ്റു ഡെന്റിസ്റ്റുകൾ അതേ ചികിത്സയ്ക്ക് ഈടാക്കുന്ന ഫീസുകളുടെ ഒരു റേഞ്ച് ഉണ്ട്. അതിനുള്ളിൽ വരുന്ന ഫീസ്. അപ്പോ റീസണബിൾ ഫീയോ?
ഈ 2 മാനദണ്ഡങ്ങളും പാലിക്കുന്ന അല്ലെങ്കിൽ പ്രത്യേക സാഹചര്യങ്ങൾ കാരണം ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു ഫീസ്. ഇൻഷുറൻസ് കമ്പനി ഈ UCR പരിധിക്കുള്ളിലുള്ള തുകയെ സാധാരണയായി നൽകൂ. നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച ഡെൽറ്റ ഡെന്റൽ പ്ലാനുകൾ ഒരു പ്രത്യേക രീതി ഉപയോഗിക്കുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. 90th പെർസെന്റൈൽ. അതെ, അത് പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റിയൊരു നല്ല പോയിന്റാണ്. 90th പെർസെന്റൈൽ. ഒരു പ്രദേശത്തെ 100 ഡെന്റിസ്റ്റുകളുടെ ഫീസ് എടുത്ത് അതിനെ കുറഞ്ഞതിൽ നിന്ന് കൂടുതലിലേക്ക് ക്രമീകരിക്കുന്നെന്ന് വെക്കുക. അതിൽ 90ാമത്തെ ആളുടെ ഫീസ് എത്രയാണോ അതായിരിക്കും അവർ നൽകുന്ന പരമാവധി തുക. ഓ, അപ്പോൾ ആ പ്രദേശത്തെ 90% ഡെന്റിസ്റ്റുകളുടെയും ഫീസ് ആ പരിധിക്കുള്ളിൽ വരും. അതെ, ഫീസ് ഒരു പരിധിയിൽ നിർത്താൻ ഇത് സഹായിക്കും. ഇനി മറ്റേതെങ്കിലും രീതിയുണ്ടോ? ഉണ്ട്. ടേബിൾ ഓഫ് അലവൻസസ് എന്നൊന്നുണ്ട്. അതെന്താണ്? ഓരോ ചികിത്സയ്ക്കും ഇൻഷുറൻസ് കമ്പനി എത്ര രൂപ തരും എന്ന് മുൻകൂട്ടി നിശ്ചയിച്ച ഒരു ലിസ്റ്റ്, ഒരു ടേബിൾ. ഡെന്റിസ്റ്റിന്റെ ഫീസ് അതിലും കൂടുതലാണെങ്കിൽ ബാക്കി തുക രോഗി നൽകണം. വളരെ വ്യത്യസ്തമായൊരു രീതിയുണ്ടല്ലോ, ക്യാപിറ്റേഷൻ. അതെ, ക്യാപിറ്റേഷൻ. ഇത് HMO പ്ലാനുകളിലാണ് സാധാരണയായി കാണുന്നത്. ഇവിടെ ഓരോ രോഗിക്കും വേണ്ടി എല്ലാ മാസവും ഒരു നിശ്ചിത തുക ഡെന്റിസ്റ്റിന് മുൻകൂറായി ലഭിക്കുന്നു. ഒരു മിനിറ്റ്, അപ്പൊ രോഗി ചികിത്സയ്ക്ക് വന്നാലും ഇല്ലെങ്കിലും ഡെന്റിസ്റ്റിന് പണം കിട്ടുവോ? അതെ, അതാണ് ക്യാപിറ്റേഷൻ. രോഗി ആ മാസം വന്നില്ലെങ്കിലും ആ പണം കിട്ടും. ഇത് കേൾക്കുമ്പോൾ ഒരു പ്രശ്നമില്ലേ? പണം എന്തായാലും കിട്ടുമെങ്കിൽ ഡെന്റിസ്റ്റ് ചിലപ്പോൾ ആവശ്യമായ ചികിത്സ കൊടുക്കാതിരിക്കില്ലേ, ചിലവ് കുറയ്ക്കാൻ വേണ്ടി? നിങ്ങൾ പറഞ്ഞത് ഈ രീതിയുടെ ഏറ്റവും വലിയൊരു വിമർശനമാണ്. അങ്ങനെ ഒരു സാധ്യതയുണ്ട്. ഇതിനെ അണ്ടർ ട്രീറ്റ്മെന്റ് എന്ന് പറയും. എന്നാൽ ഇതിന്റെ മറുവശം എന്താണെന്ന് വെച്ചാൽ, ഇത് പ്രതിരോധ ചികിത്സകൾക്ക്, അതായത് പ്രിവെന്റീവ് കെയറിന് പ്രാധാന്യം നൽകാൻ ഡെന്റിസ്റ്റിനെ പ്രേരിപ്പിക്കും. അതെങ്ങനെ? കാരണം രോഗിയുടെ വായ എപ്പോഴും ആരോഗ്യത്തോടെ ഇരുന്നാൽ വലിയ ചികിത്സകൾ ചെയ്യേണ്ടി വരില്ല. വലിയ ചികിത്സകൾ ചെയ്യേണ്ടി വന്നാൽ അത് ഡെന്റിസ്റ്റിന് സാമ്പത്തിക നഷ്ടമാണ്. കാരണം കിട്ടുന്ന പണം ഫിക്സ്ഡ് ആണല്ലോ. ഓക്കെ, ഇപ്പോഴാണ് ആ ലോജിക്ക് മനസ്സിലായത്. ശരി, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചർച്ച ചെയ്ത സ്ഥിതിക്ക് നമുക്കിതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒന്ന് ചുരുക്കി പറയാം. തീർച്ചയായും. ഏറ്റവും വലിയ ഗുണം പെട്ടെന്നുണ്ടാകുന്ന വലിയ സാമ്പത്തിക ഭാരം കുറയ്ക്കുന്നു എന്നതാണ്. അതെ. പിന്നെ പ്രിവെന്റീവ് കെയർ ചെയ്യാൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നു. കൂടുതൽ ഡെന്റിസ്റ്റുകളുടെ സേവനം ആളുകളിലേക്ക് എത്തുന്നു. ദോഷങ്ങളോ? പ്രധാന ദോഷം, ചികിത്സയൊന്നും വേണ്ടി വന്നില്ലെങ്കിലും നമ്മൾ പ്രീമിയം അടച്ചുകൊണ്ടേയിരിക്കണം. ആ പണം നഷ്ടമാണ്. ശരിയാണ്. പിന്നെ എല്ലാ ചികിത്സകൾക്കും പരിരക്ഷ കിട്ടില്ല, പ്രത്യേകിച്ച് കോസ്മെറ്റിക് ചികിത്സകൾക്കൊന്നും. ഇഷ്ടമുള്ള ഡോക്ടറെ കാണാൻ പറ്റാത്ത സാഹചര്യങ്ങളും വരാം. അതെ, HMO പോലുള്ള പ്ലാനുകളിൽ ആ സ്വാതന്ത്ര്യമില്ല. പിന്നെ ഈ കോ പേയ്മെന്റ്, ഡിഡക്റ്റബിൾസ് ഒക്കെ അധിക ചെലവുകളാണ്. ഇതെല്ലാം ഓർത്തുവെക്കാൻ ഒരു സിമ്പിൾ ഉദാഹരണം പറഞ്ഞാൽ? നമ്മൾ നേരത്തെ പറഞ്ഞ ആ കുടയുടെ ഉദാഹരണം തന്നെ ധാരാളം. മഴ വരുന്നതിന് മുൻപ് നമ്മൾ കുട വാങ്ങുന്നു. അതാണ് പ്രീമിയം അടയ്ക്കുന്നത്. മഴ, അതായത് ദന്തപ്രശ്നം വരുമ്പോൾ കുട നമ്മളെ സംരക്ഷിക്കുന്നു. അതെ, ചിലപ്പോൾ നല്ല കനത്ത മഴയായിരിക്കും. അതായത് വലിയ ചികിത്സാ ചിലവ. അപ്പൊ കുട വളരെ ഉപകാരപ്പെടും. എന്നാൽ ചിലപ്പോൾ ആ വർഷം മഴയെ പെയ്യില്ല. എന്നാലും നമ്മൾ കുടയ്ക്ക് വേണ്ടി പണം ചിലവഴിച്ചു കഴിഞ്ഞു. ആ ഒരു സുരക്ഷിതത്വ ബോധം, അതാണ് ഈ പ്ലാനുകളും പ്രധാനമായും നൽകുന്നത്. അപ്പോ തേർഡ് പാർട്ടി പ്രീപേയ്മെന്റ് പ്ലാനുകളെക്കുറിച്ച് ഉയർന്ന മാർക്ക് നേടാൻ സഹായിക്കുന്ന മിക്കവാറും എല്ലാ വിവരങ്ങളും നമ്മളിവിടെ ചർച്ച ചെയ്തെന്ന് തോന്നുന്നു. അതെ, പക്ഷെ ഇവിടെ നമുക്ക് ചിന്തിക്കാനൊരു പ്രധാനപ്പെട്ട ചോദ്യം ഉയർന്നുവരുന്നുണ്ട്. എന്താണത്? ദന്തചികിത്സകൾ കൂടുതൽ നൂതനവും അതോടൊപ്പം ചിലവേറിയതുമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ നമ്മൾ സംസാരിച്ച ഈ തേർഡ് പാർട്ടി പേയ്മെന്റ് രീതികൾ ഭാവിയിൽ എങ്ങനെ മാറും? അതൊരു നല്ല ചോദ്യമാണ്.